ഞാൻ ഈ വർഷം ഒരു സിനിമ കാണാൻ പോയിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിയാലോ എന്ന് ആലോചിച്ച ഒരു മൂവിയാണ് ഇന്ത്യൻ 2. അതിനുശേഷം ഒരു സിനിമ കണ്ടപ്പോൾ എന്തിനാണ് ഞാൻ സിനിമയ്ക്ക് വന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ടിക്കറ്റ് എടുത്തതെന്ന് വരെ ചിന്തിച്ചൊരു മൂവിയാണ് ദേവര പാർട്ട് 1. 2.5 മണിക്കൂറോ 3 മണിക്കൂറോ എന്താണ് ഈ ഒരു മൂവിയുടെ റൺ ടൈം. അത്ര മണിക്കൂർ വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട്. വെറുപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ അറ്റ് പീക്ക്. അതായത് നമ്മൾ കണ്ടുമടുത്ത സ്റ്റോറി ഒരു 10-20 വർഷം മുമ്പൊക്കെ, അതായത് 90s അല്ലെങ്കിൽ ആ ഒരു 2000 സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ കാണുന്ന ഒരുപാട് ഈ മാസ് മസാല മൂവീസ് ഒക്കെ ഉണ്ടല്ലോ, അതേ പാറ്റേണിലാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്. ആകെ കൂടി ഈ മൂവിയിൽ കൊള്ളാം അല്ലെങ്കിൽ നൈസാണെന്ന് പറയാൻ പറ്റിയ കുറച്ച് സീക്വൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി എൻ്റയർ മൂവി വാസ് ലൈക്ക് വെറും ശോകമാണ്. എങ്ങനെ സാധിച്ചു ഇതിനൊക്കെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടൈമിൽ ഈ ഒരു മൂവി ചെയ്യാനായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മൂവി എന്ന് പറയുന്നത് മിക്സ് ഓഫ് ബാഹുബലി ആൻഡ് സലാർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ സാലാറിലും ബാഹുബലിയിലൊക്കെ കണ്ട സ്റ്റോറി ലൈൻ ഒക്കെ എന്താണോ അതിനെയൊക്കെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ഔട്ട് തന്നിട്ടുണ്ട്. മറ്റേതൊക്കെ കണ്ടിരിക്കാനെങ്കിലും പറ്റും. ഇതൊക്കെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് എന്തോ ഒരു ചെറിയൊരു ബിൽഡപ്പ് സീക്വൻസ് ഉണ്ട്. അത് കുറച്ച് നൈസായിരുന്നു. ഞാൻ വിചാരിച്ചു പൊളിക്കും സാധനം എന്ന് വിചാരിച്ചു. പിന്നീട് ജൂനിയർ NTRന്റെ ഒരു ഇൻട്രോ ഉണ്ട്. ഇൻട്രോ എന്ന് പറഞ്ഞാൽ നമ്മളെ അണ്ണൻ തലപതി പണ്ട് സുറയിൽ ചെയ്തൊരു ഇൻട്രോ ഉണ്ട്. എൻ്റെ പൊന്നോ, കടലിന്റെ നടുക്കൂടി ഡോൾഫിനെ പോലെയൊക്കെ പറന്നു പോകുന്നു. എൻ്റെ പൊന്നോ, അതൊക്കെ തിയേറ്ററിൽ കണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ. അതേ സാധനം നമ്മളെ NTR അണ്ണൻ ഇവിടെ ചെയ്യും. ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയും ആ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. പക്ഷെ സെയിം. പക്ഷെ സുറയിൽ തലപതി ഒന്നേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ അണ്ണൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. അതും ഷാർക്കിന്റെ കൂടെയും അല്ലാതെയും ഫൈറ്റിന്റെ ഇടയ്ക്ക് അങ്ങനെ പറക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിരിക്കണമല്ലോ. ആൻഡ് വേറൊരു കാര്യം എടുത്തു ചോദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ കടലുണ്ടല്ലോ, അത് ഏത് യൂണിവേഴ്സിലെ കടലാണെന്ന് എനിക്കറിയണം. കാരണം കടന്റെ അടിയിൽ കൂടിയൊക്കെ ആൾക്കാർ സ്വിമ്മിംഗ് പൂളിൽ പോണ പോലെ നടക്കുന്നുണ്ട്. അവിടെ മീനൊന്നുമില്ല. വല്ലപ്പോഴും ഒരു മീൻ പിടിക്കാൻ ബോട്ടിൽ പോയാൽ പോലും എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വല്ല ഷാർക്കും പോകും. അതായത് മീനില്ല, കടലിൽ മീനില്ല. കടലൊക്കെ വൻ ക്ലിയർ ആണ്. ആൾക്കാർക്ക് രാത്രി ഇങ്ങനെ നടന്നൊക്കെ അമ്മാതിരി കിടിലൻ കടലാണ്. അതൊക്കെ ഏത് കടലാണെന്ന് എനിക്ക് അറിയത്തില്ല, ഏത് യൂണിവേഴ്സ് ആണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ആൻഡ് പിന്നെ ക്യാരക്ടേഴ്സിന്റെ കാര്യം, എൻ്റെ പൊന്നോ, NTR കുറച്ചെങ്കിലും ഒക്കെ കുഴപ്പമില്ല എന്നെങ്കിലും പറയാം. പക്ഷെ ബാക്കി വരുന്ന ക്യാരക്ടേഴ്സ് അതൊക്കെ കണ്ടിരിക്കുക എന്ന് പറയുന്നത് അൺസൈക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെയ്ഫ് അലി ഖാൻ എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു നടനാണ്. അയാളെ പണ്ടത്തെ ഏജന്റ് വിനോദം അല്ലെങ്കിൽ അന്തകാലത്തുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഒക്കെയാണ് ചെയ്ത ഒരു മനുഷ്യനാണ്. അയാളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ ഒന്നുമില്ല. ഒരു വില്ലൻ എന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു മാസ് എലമെന്റോ അല്ലെങ്കിൽ ഒരു ഫീൽ കിട്ടണം, ഇത് പൊളിക്കും എന്നൊന്നുമില്ല. അണ്ണം വരുന്നു, ചുമ്മാ അവിടെ ഇരിക്കുന്നു, ഡയലോഗ് അടിക്കുന്നു, പോകുന്നു. സെയിം അതേ ലെവലിലാണ് ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും. അവർക്കൊന്നും ചെയ്യാൻ ഒന്നുമില്ല, അല്ല അവർക്ക് വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നിൽക്കുക, കുറെ ഡയലോഗ് പറയുക, പോവുക. എസ്പെഷ്യലി ജാൻവി കപൂർ എടുത്തു പറയണം. സിനിമയിൽ ആകെ ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു 15 മിനിറ്റ് ബാക്കി എല്ലാവരെക്കാളും പുള്ളിക്കാരെ അടിപൊളിയായിട്ട് വെറുപ്പിച്ച് കയറ്റുന്നുണ്ട്. എൻ്റെ പൊന്നോ, എന്ത് സീനെന്നറിയാം. കാണാൻ കുറച്ച് കൊള്ളാമെന്നല്ലാതെ വെറുപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ പുഷ്പയിൽ രശ്മിക്കൊക്കെ മാറി നിൽക്കുക. അമ്മാതിരി വെറുപ്പിക്കലാണ് ഒരു 10-15 മിനിറ്റിൽ പുള്ളിക്കാർ ചെയ്തിട്ട് പോയത്. ഡയറക്ടർ മറന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ വന്നതും പോയതൊന്നും ആരും അറിഞ്ഞില്ല. പെട്ടെന്ന് വന്നു, ഇടയ്ക്ക് ഒന്ന് കുറച്ച് നല്ല രീതിക്ക് വെറുപ്പിച്ച് കൈതരും. ഡയറക്ടർ തന്നെ ഫെയ്ഡ് ഔട്ട് ആക്കി കളഞ്ഞിട്ടുണ്ട്. അത് എവിടെ പോയി ഒരു പിടുത്തുമില്ല. ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിൽ വരും, ഒരു ഐറ്റം ഡാൻസ് കളിക്കുമായിരിക്കും, പോവായിരിക്കും എന്നുള്ള തമന്ന വന്നതുപോലെ. ആൻഡ് ഈ ഒരു മൂവിയുടെ മേക്കിംഗ് ക്വാളിറ്റി ആൻഡ് പ്രസന്റേഷൻ എന്നൊക്കെ എടുത്തു പറയണം. കാരണം മറ്റേ ഈ നാടകത്തിന് സെറ്റ് ഇടൂലേ, അതാണ്. വീടൊക്കെ കാണണം, കാടും മറ്റേ പാറക്കല്ലും അല്ലെങ്കിൽ കടലും. എൻ്റെ പൊന്നോ, ഒരു ഷാർക്കിന്റെ ഒരു സ്കെൽറ്റൻ കാണിക്കും കേട്ടോ, നമ്മളെ ഈ ഫോസിൽ പോലത്തെ സംഭവം. അതായത് നമ്മൾ ഈ മറ്റേ കാർഡ്ബോർഡിലൊക്കെ ചെയ്തുകൊണ്ട് വയ്ക്കത്തില്ലേ ഡ്യൂപ്ലിക്കേറ്റ്, അത് സെയിം. അങ്ങനത്തെ ഒരു വൺ ഓഫ് ദ എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള ഒരുപാട് കിടില ആർട്ട് കണ്ട ഒരു മൂവിയാണ്. വെറും ശോകം. ആൻഡ് വേറൊരു കാര്യം, ഞാൻ തമിഴിലല്ല മൂവി കണ്ട, മലയാളത്തിലാണ്. ഡബ്ബ് എടുത്തു പറയണം. ഏയിലാണോ ഡബ് ചെയ്തത് എനിക്കറിയത്തില്ല. കാരണം അമ്മാതിരി കൂതറ ഡബ്ബായിരുന്നു കേട്ടോ. എല്ലാവരും ഡയലോഗൊക്കെ പറയുന്ന മറ്റേ പണ്ട് നാടകത്തിൽ പറയത്തില്ലേ, അതേ സെയിം സാധനം. പിന്നെ പാട്ടിന്റെ കാര്യം എടുത്തു പറയേണ്ട, സെൻസർ അടിക്കും. അങ്ങനത്തെ ലിറിക്സ് ആണ്. മറ്റേ ഒരു ഫേമസ് സോങ് ഉണ്ടല്ലോ, അതിന്റെ ഒരു മലയാളം ലിറിക്സ് കാണണമോ, ഞാൻ പറയണില്ല. കേട്ടോ മലയാളത്തിലുള്ള സോങ്, അപ്പൊ അങ്ങ് മനസ്സിലാവും. കാരണം അമ്മാതിരി കൂതറ ഡബ്ബിംഗ് ആണ്. നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില വോയിസ് കാണത്തില്ലേ മലയാളത്തില്, സെയിം അതുപോലെ ഇരിക്കുന്നു ഈ സിനിമയിലെ എൻ്റെ ഡബ്ബ്. പാട്ടൊക്കെ ശോകം. ക്യാരക്ടേഴ്സിന്റെ ചില ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോൾ നാടക സെറ്റ് ഇരിക്കണം എന്നൊക്കെ തോന്നിപ്പോ. അമ്മാതിരി ഡയലോഗ്സ് ആണ്. സിനിമ എൻ്റെ കയ്യിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒരു 60% ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒരു 100% ഉറപ്പിച്ച് കയറ്റുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അത് കുറച്ച് കുഴപ്പമില്ല, കൊള്ളാം എന്ന് തോന്നി. പിന്നെ ആദ്യത്തെ ഒരു ക്യാരക്ടർ ബിൽഡപ്പ് അല്ലെങ്കിൽ വേൾഡ് ബിൽഡ് കാണിക്കുന്ന ഒരു സംഭവം, അതും കൊള്ളാം. പിന്നീട് അവിടെ നിന്ന് തുടങ്ങും. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ലാത്ത വെറുപ്പിക്കലായിരുന്നു. ഞാൻ ഇങ്ങനെ റിവ്യൂ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ സഹിയിട്ട് പറയണം, അത്ര മാത്രമേ ഞാൻ വെറുത്തോടും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉറക്കമൊക്കെ വരണം എനിക്ക്. കാരണം അത്ര പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയൊക്കെ ഡയറക്ടറിന്റെ ക്ലൈമാക്സ് വരെ പോകേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെ പകുതി എത്തുമ്പോൾ തന്നെ ഇതല്ലേ സംഭവം മനസ്സിലായി എന്ന രീതിയിലാണ്. ബാഹുബലിയൊക്കെ അതുപോലെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. കൊച്ചു കള്ളൻ വെറുത്ത് പണ്ടാരം ഇറങ്ങി കേട്ടോ. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ വെറുത്തിട്ടില്ല. ഞാൻ എന്തിനീ സിനിമയ്ക്ക് പോയി എന്ന ഒരു ക്വസ്റ്റ്യനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അത്രേ ഉള്ളൂ.
സോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യും. ചിലപ്പോൾ എൻ്റെ പോലത്തെ ഒപ്പീനിയൻ ആയിരിക്കില്ല നിങ്ങൾക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. ഈ പടമൊക്കെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക, പൊളിക്കും. നിങ്ങളെ ലൈഫിൽ വൻ ഷോക്കായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ പോയി കാണുക. കാരണം അതൊന്നും ഒന്നും അല്ല എന്ന് തോന്നിപ്പോ നമുക്ക്. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.